ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ ഓഫീസിൽ ക്രിസ്മസ് സെലിബ്രേഷനാണ്. പുതിയ ഓഫീസിൽ ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ, ഒരു 3-4 പേര്. നമ്മൾ അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ കൂടിയിട്ട് ചെറിയൊരു രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഡ്രസ് കോഡൊക്കെ വെച്ച് ഫുഡ് ഞങ്ങളിന്ന് പോട്ടിലൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എവിടെയും പോയി കഴിക്കേണ്ട, അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് പരിപാടികളൊക്കെ ഇന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ കൂടെ ജോയിൻ ചെയ്യല്ലേ? അപ്പുറത്ത് കൺസ്ട്രക്ഷൻ നടക്കുകയാണ്, അതിൻ്റേതായ തട്ടലും മുട്ടലും ബഹളമൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഏറ്റിരിക്കുന്നത് നെയ്ച്ചോറും പരിപ്പ് കറിയുമായിരുന്നു. ബൈ ദ ബൈ, എനിക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ നല്ല മടി. പിന്നെ ഞാൻ നോക്കിയപ്പം എനിക്ക് ഇത്രയും പേർക്ക്, നമ്മളൊരു 6-7 പേരുണ്ടാവും. 6-7 പേരുണ്ടാവും. അത്രയും പേർക്ക് ഉണ്ടാക്കാനുള്ള അരി ഇല്ല. സോ ഐ തോട്ട് നെയ്ച്ചോറ് നമുക്ക് വാങ്ങിക്കാം. പരിപ്പ് കറി, എൻ്റെ ഒരു സ്പെഷ്യൽ പരിപ്പ് കറി ഉണ്ട്, അത് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്ക് ഇച്ചിരി മല്ലിയിലയുടെ ആവശ്യമുണ്ട്. ഇവർ സമ്മതിക്കുന്നില്ല. അപ്പം മല്ലിയില വാങ്ങിയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ഞാനിതിടും കേട്ടോ യൂട്യൂബിൽ. ഇതേതീ മാമാട്ടിക്കുട്ടി. അപ്പോൾ ഈ കറീനെ എനിക്ക് പരിപ്പ് കറി എന്ന് വിളിക്കുന്നതിനേലും ദാൽ കറി എന്ന് പറയാനാണ് ഇഷ്ടം. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ കുറച്ച് പരിഷ്കരിക്കാമെന്ന് വിചാരിച്ചു, അത്ര തന്നെ. കിച്ചണൊക്കെ ഭയങ്കര മെസ്സി ആയിരിക്കും കേട്ടോ. ഞാൻ ആലോചിക്കാറുണ്ട് ഈ ഫുഡ് വ്ളോഗേഴ്സിൻ്റെയൊക്കെ കിച്ചൺ കാണുമ്പോൾ എന്തൊരു എസ്തെറ്റിക്കലിയാണ് അവർ വെക്കുന്നതെന്ന്. തൽക്കാലം എനിക്ക് എസ്തെറ്റിക്സിന് ഇവിടെ മല്ലിച്ചപ്പ് മാത്രമേ ഉള്ളൂ. സോ എനിവേസ്, നമുക്ക് നമ്മുടെ പരിപ്പ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതൊരു കേരളീകരിച്ച വേർഷൻ ഓഫ് ദാൽ കറിയാണ്. ദാൽ ഫ്രൈ അല്ല, ദാൽ കറിയാണ്. ഈ സെയിം ബേസ് വെച്ച് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതെന്തൊക്കെയാണെന്നുള്ളത് പോകെ പറഞ്ഞുതരാം. അപ്പം നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. സത്യത്തിൽ ഇത് ഞാൻ പഠിച്ചത് ഒരു നമ്മുടെ എന്തെങ്കിലും പറയുക കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ദാൽ കിച്ചടി. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിൽ ആ റൈസ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് പ്രിറ്റി മച്ച് ഒരു ദാൽ കറി തന്നെ ആകുന്നു. അപ്പോൾ വേറെ എന്തൊക്കെ ഇതും കൊണ്ട് ചെയ്യാമെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് തുടങ്ങാം. ഓക്കെ, സോ കുക്കറിൽ വെള്ളമൊക്കെ നന്നായി വറ്റി തുടങ്ങുമ്പം ഇതിൻ്റെ നോർത്ത് ഇന്ത്യൻ വേർഷനിൽ നമുക്ക് ഇതർ അവരുടെ മസ്റ്റാർഡ് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ആണ് ചേർക്കേണ്ടത്. എനിക്ക് ഇവിടെ ഒരു തരി പോലും നെയ്യില്ല. ഐ തോട്ട് നെയ്യ് ഉണ്ടാകും എന്നുള്ളത്, പക്ഷേ എൻ്റെ മമ്മി കഴിഞ്ഞ ദിവസം എന്തോ ഉണ്ടാക്കി ആ നെയ്യ് മൊത്തത്തിൽ തീർത്തു. അപ്പം അതുകൊണ്ടാണ് ഞാനിതിനെ കേരളീകരിച്ച വേർഷൻ എന്ന് പറയാൻ കാരണം, നമ്മളിത് വെളിച്ചെണ്ണ വെച്ചാണ് ഉണ്ടാക്കുന്നത്. സോ ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ അഗെയിൻ ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആയതുകൊണ്ടും പിന്നെ പരിപ്പായതുകൊണ്ടും പിന്നെ ദിസ് ഇസ് നോട്ട് ദി നോർമൽ പരിപ്പ് കേട്ടോ. ഞാനിതിൽ നമ്മുടെ മൂങ്കാലാണ് ചേർക്കുന്നത്. ദാറ്റ് ഇസ് ചെറുപയർ പരിപ്പാണ്. എനിക്കത് വെച്ചിട്ട് ഉണ്ടാക്കാനോ ഇഷ്ടം. ഞാനിതിൽ കുറച്ച് ജീരകമാണ് ഇടുന്നത്. നമ്മുടെ ചെറിയ ജീരകം ഇടുന്നു. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ 1 by 1 ആയിട്ട് ഇടണമെന്നൊന്നുമില്ല, കാരണം എല്ലാം കൂടെ എന്തായാലും കുക്കറിൽ കിടന്ന് വേവാനുള്ളതാണ്. അതുകൊണ്ട് ക്യാരറ്റ് ഭയങ്കര ഓപ്ഷണലാണ്, ഒരു നിർബന്ധമില്ല. പക്ഷെ ക്യാരറ്റും കൂടി ഇടുമ്പോൾ അതിനൊരു വേറെ ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ദാൽ കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ചൊരു റെസിപ്പി ആയിരുന്നു. again അതിൽ വെളിച്ചെണ്ണ അല്ല ഗൈസ് ഉപയോഗിക്കുന്നത്. സോ ഞാൻ നോർമലി ചെയ്യുമ്പം വെളിച്ചെണ്ണ കുറച്ച് നമ്മുടെ നെയ്യും കൂടെ ചേർത്തിട്ടൊക്കെയാണ് ചെയ്യലുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ എനിക്കൊരു തരി നെയ്യ് വീട്ടിൽ കിട്ടാനില്ല, അതുകൊണ്ട് ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഒരുപാട് ഫാൻ ബേസ് ഉള്ള എൻ്റെ ഒരു പരിപ്പ് കറിയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിങ്ങനെ സെപ്പറേറ്റ് മൂപ്പിക്കേണ്ട ആവശ്യമില്ല, എല്ലാം കൂടെ ഒന്നിച്ചിട്ടാൽ മതി. പിന്നെ എൻ്റെ ഒരു മനസ്സമാധാനം അത്രേ ഉള്ളൂ. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഈ ഒരു തക്കാളി മതിയാകും കേട്ടോ. ആ ഒരു തക്കാളിന് ഞാൻ കുറച്ചൊന്ന് സവാള വഴണ്ടിട്ട് മാത്രം, അതൊരു ശീലമായി പോയതാണ്. തക്കാളീനെ ആദ്യമേ സവാളയുടെ കൂടെ ഇടാതെ ഒരു ശീലം അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തക്കാളീനെ ഇങ്ങനെ കുനുകുന, എല്ലാം ഞാൻ ഭയങ്കര ടൈനി ആയിട്ടാണ് ചോപ്പ് ചെയ്തിരിക്കുന്നത്. കുനുകുന ചോപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഇതെല്ലാം ഇട്ടാണ് നമ്മൾ നമ്മുടെ പരിപ്പ് കറീനെ
നല്ല റിച്ച് ആക്കാൻ പോകുന്നത്. അഗെയിൻ ഇത് കുനുകുന ചോപ്പ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ അതും ഓപ്ഷണലാണ്. നമ്മൾ ആക്ച്വലി അരിയുന്നതനുസരിച്ച്, എസ്പെഷ്യലി സവാളയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, സവാളനെ അരിയുന്നതനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് മാറും. നമ്മുടെ ചോപ്ഡ് തക്കാളി ഓൾസോ റെഡി. അതിനെ ഞാൻ ഇതിലേക്ക് മെല്ലെ തട്ടുന്നു. ഓക്കെ, ഇനിയാണ് ഇതിലെ മെയിൻ 2 ഇൻഗ്രീഡിയൻസ്. ഒന്ന് മല്ലിയില, പിന്നെ ഒന്ന് ഇതിൻ്റെ ഒരു മേജർ ടേസ്റ്റ് മേക്കറാണ്, അതായത് നമ്മുടെ കസൂരി മേത്തി. ഇത് രണ്ടും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മല്ലിയില ഓപ്ഷണൽ അല്ല, കസൂരി മേത്തി വേണമെങ്കിൽ ഓപ്ഷണൽ ആക്കാം, പക്ഷേ അതാണ് ഇതിൻ്റെ ഒരു എക്സ്ട്രാ ഫ്ലേവർ കൊടുക്കുന്ന ഒരു കാര്യം. എനിക്കത് മിസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഉപയോഗിച്ച് സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ അത് തീരാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഞാൻ നോർത്ത് ഇന്ത്യൻ ഡിഷസിൻ്റെ ഒരു വലിയ ഫാനാണ്. ഞാൻ പണ്ട് വിചാരിക്കുമായിരുന്നു എന്നെ വല്ല പഞ്ചാബിയും കെട്ടിക്കൊണ്ട് പോയാൽ മതിയെന്ന്. കാരണം എൻ്റെ വിചാരം നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പഞ്ചാബ് മാത്രമായിരുന്നു ഒന്ന്. പക്ഷേ എനിക്ക് നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഇത്ര ഇഷ്ടമാണെന്ന് പറയുമ്പോഴും, ബൈ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിൽ കുറച്ച് പച്ചമുളക് ഉണ്ട്, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഒരു ഹാഫ് ടീസ്പൂൺ ഓഫ് മഞ്ഞൾപ്പൊടി മതിയാവും. പിന്നെ പേരിന് കുറച്ച് മുളക് പൊടിയും കൂടി, വളരെ കുറച്ച്. ഓക്കെ, 1/4 ടീസ്പൂൺ. സോ അപ്പം ഞാനിങ്ങനെ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിൽ കിട്ടുന്ന നോർത്ത് ഇന്ത്യൻ ഡിഷസ് അത്ര ഒത്തൻറ്റിക് ആവണമെന്നില്ലല്ലോ. കാരണം നമുക്കിവിടെ ആ മസ്റ്റാർഡ് ഓയിലൊന്നും പറ്റില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ. അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാൻ നല്ല തക്കളം മുട്ടുന്നു. ബാംഗ്ലൂർ പോയി നിന്ന സമയത്ത് അവരുടെ വീട്ടിൽ എല്ലാ ദിവസവും പ്യോർ ഒത്തൻറ്റിക് ഫോംസ് ഓഫ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫുഡ് തന്നെയായിരുന്നു. ലൈക്ക് ഈവൻ ആലു പറാത്ത ആണെങ്കിൽ ഞാനും ആലു പറാത്തയൊക്കെ ഉണ്ടാക്കും, പക്ഷെ എഗെയിൻ നമ്മുടെ കേരളീയച്ച വേർഷനായിട്ട്. ഇപ്പം ഞാൻ അടുത്തതായിട്ട് നമ്മുടെ പരിപ്പ് ഇടാണ്, ചെറുപയർ പരിപ്പ് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി കുതിർത്ത് വെച്ചിരുന്നേ ഉള്ളൂ, മാൻഡേറ്ററി അല്ല. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. ഇന്നിപ്പോൾ ഈ ഒരു പോട്ടലൊക്കെ നടക്കുന്നത് കൊണ്ടും ക്രിസ്മസ് സെലിബ്രേഷൻ ഇതൊക്കെയാണ് നമ്മുടെ മേജർ പോർഷൻ. പിന്നെ ഞാനിത് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇത് കാണിക്കുന്നു എന്ന് മാത്രം കേട്ടോ. ഇതിന് അങ്ങനെ അളവൊന്നുമില്ല. ഇവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള പരിപ്പ് മൊത്തത്തിൽ ഞാൻ എടുത്തു. എന്തോരം കൊണ്ടുപോകണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഞാൻ ഒരു സവാള, ഒരു തക്കാളി, ഒരു 1/4 ഭാഗം ഓഫ് വലിയ ക്യാരറ്റ്, ചെറുതാണെന്നുണ്ടെങ്കിൽ 1/2 ക്യാരറ്റ് എടുത്തോളൂ, ഫുൾ ക്യാരറ്റ് ഒന്നും വേണ്ട. പിന്നെ 2 പച്ചമുളക്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്രയാണ് ആദ്യം അരിഞ്ഞതിൽ ചേർത്തിരുന്നത് കേട്ടോ. ഇത്രയും പരിപ്പിന് അത്രയും മതിയാകും. അത്ര കൈക്കണക്കാണ്. സോ കമ്മിങ് ബാക്ക് ടു മൈ സ്റ്റോറി. അപ്പോൾ അങ്ങനെ അവളുടെ വീട്ടിൽ ചെന്ന സമയത്താണ് ഇത്രയധികം വെജിറ്റേറിയൻ ഡിഷസ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നതും. കാരണം നമ്മുടെ നാട്ടിൽ വെജിറ്റേറിയൻ ഡിഷസ് എന്ന് പറയുമ്പോൾ എന്താ, സദ്യക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്നുള്ളതല്ലേ. അതല്ലാതെയും വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട് വെജിറ്റേറിയനിൽ എന്ന് മനസ്സിലാക്കുന്നത്. അതിന് ഇത്രയും വെറൈറ്റി. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു മറ്റേ സാധനമില്ലേ, വഴുതനങ്ങ കത്തിരിക്ക, ഓക്കെ, വയലറ്റ് കളർ കത്തിരിക്ക. ഈ കത്തിരിക്ക അവരുടെ ഒരു മെയിൻ സാധനമാണ്. ബാങ്കനോ അങ്ങനെ എന്തോ അല്ലേ പറയാം അതിന്. ആൻഡ് അതൊരു മെയിൻ സാധനമാണ്. യുനോ ലൈക്ക് ദേ ആർ പ്രോപ്പർ വെജിറ്റേറിയൻസ്. ഓക്കെ, എഗ്ഗ് പോലും കഴിക്കാത്ത വെജിറ്റേറിയൻസ് ആണ്. ഈവൻ കേക്ക് പോലും എഗ്ലെസ് കേക്ക്സ് ആണ് അവർ എടുക്കുകയുള്ളൂ. അങ്ങനത്തെ കൈൻഡ് ഓഫ് വെജിറ്റേറിയൻസ് ആയിരുന്നു എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ ഭയ്യയും ഭാബി. അവർ അപ്പോൾ ഉണ്ടാക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ അത്രയും പ്യോറസ്റ്റ് ഫോം ഓഫ് വെജിറ്റേറിയൻ ഇതാണ്. സോ ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യില്ലേ, ഫ്രണ്ട്സൊക്കെ കൂടുന്ന സമയത്ത് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യില്ലേ, അതുപോലെ ഇവർ ഗ്രില്ല് ചെയ്തൊരു സാധനമായിരുന്നു ഈ വഴുതനങ്ങ. വേറെ എന്തൊക്കെയോ വെച്ചിട്ടൊക്കെ ചുടും. വഴുതനങ്ങ ചുട്ടെടുത്തിട്ട് അതിനെ ഇങ്ങനെ മാഷ് ചെയ്ത് അതൊരു സൈഡ് ഡിഷ് ആക്കും. എന്നിട്ട് സംതിങ് വിത്ത് എന്തോ ഒരു ഫ്ലോർ, സട്ടു അങ്ങനെ ഒരു ഫ്ലോർ വെച്ചിട്ട് ദേ മേക്ക് ബാട്ടി ചോക്ക്, അങ്ങനെ എന്തോ ആണ് അതിന് പറയുന്നത് കൃത്യമായിട്ട്. ഐ ഡോണ്ട് റിമെമ്പർ. ഞാൻ ആ സമയത്തൊക്കെ അത് വ്ലോഗ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു, പക്ഷേ അപ്പം ഞാൻ പിന്നെ അത് വിട്ടുപോയി. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. എനിക്കിഷ്ടപ്പെടും എന്നുള്ളതായിരുന്നു അവരുടെ ഒരു പ്രധാന കൺസേൺ. പക്ഷെ എനിക്കതും ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഉറപ്പിച്ചു, ഓക്കെ എനിക്കൊരു വേണമെങ്കിൽ നോർത്ത് ഇന്ത്യനെ കേട്ടോ എന്ന്.
അപ്പം എന്തായാലും ഞാൻ ഈ പരിപ്പിനെ ഇതിലേക്ക് ഇട്ട് നല്ല കളർഫുൾ ആയിട്ടുണ്ടായി ഷോയി. ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഒരു 2 വിസിൽ കഴിയുമ്പോഴത്തേക്ക്, എൻ്റെ ഈ കുക്കറായതുകൊണ്ട് വേണമെങ്കിൽ ഒരു 3 വിസിൽ, നോർമലി നല്ല വേവുന്ന കുക്കറാണെന്നുണ്ടെങ്കിൽ 2 വിസിൽ മതിയാകും. നമുക്കപ്പോഴത്തേക്കും ഒന്ന് ഓഫ് ചെയ്തിട്ട് പിന്നെ ഞാനതിനെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഈ അടച്ചു വെച്ച രൂപമില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബസ്മതി റൈസോ അല്ലെങ്കിൽ നമ്മുടെ കൈമരി ഇനി ജീരകശാല അല്ലെങ്കിൽ പൊന്നിയരി എന്തെങ്കിലും ഒരു സാധനം ആ കൂട്ടത്തിൽ തന്നെ കഴുകിയിടുകയാണെങ്കിൽ അപ്പം നമ്മൾ റേഷ്യോ നോക്കണം കേട്ടോ. 1 കപ്പ് അരിക്ക് 1 കപ്പോ കയ്യോ വോട്ടവർ 1 കപ്പ് ദാല് തന്നെ ഇട്ടിട്ട് നമുക്ക് ഈ മൂങ് ദാൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ സെയിം പ്രൊസീജിയർ നമ്മൾ അതിനൊന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് ദാൽ കിച്ചടി. ഓക്കെ, ഇനി ഇതെല്ലാം വെന്തതിന് ശേഷം നമ്മളിതിനെ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ബിക്കംസ് ദാൽ സൂപ്പ്, മൂങ് ദാൽ സൂപ്പ്. ഭയങ്കര ടേസ്റ്റിയാണ്. കുറച്ച് പെപ്പറും കൂടെ ഒന്ന് ഇട്ടിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽത്തിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ദാറ്റ്സ് എ ലൈക്ക് ഒരു ഫുൾ മീലാണ് അത്. ആക്ച്വലി നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു മീലാണ്. ഞാൻ എൻ്റെ ഡയറ്റൊക്കെ നോക്കുന്ന സമയത്ത് ഡിന്നറിന് പകരം കഴിക്കുന്ന ഒരു ഡിന്നറിന് റൈസിന് പകരം കഴിക്കുന്ന ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചാവൽ ഇട്ടാലും ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനമാണ്. അപ്പം അങ്ങനെയും കൂടെ നമുക്ക് ട്രൈ ചെയ്യാം. എനിവേസ് ഇപ്പം ഞാനത് എല്ലാം മൂടി വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിനൊന്ന് വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. മീൻ വൈൽ ലെറ്റ്സ് ക്ലീൻ ദ കിച്ചൺ. കുറച്ച് മെസ്സിയാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് ഒതുക്കി എനിക്ക് മെല്ലെ ഒന്ന് ഒരുങ്ങാനും തുടങ്ങണം. ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഡ്രസ്സപ്പ് ചെയ്ത് ഇതിൻ്റെ അവസ്ഥയും കൂടെ കാണാം കേട്ടോ. ഇതാണ് നമ്മളുടെ ഫൈനൽ. ഈ സ്റ്റേജിൽ ഇതിനെ എടുത്തിട്ട് അരച്ച് കഴിഞ്ഞാലാണ് ഇത് സൂപ്പാകുന്നത്. ആൻഡ് ഇറ്റ്സ് സോ ടേസ്റ്റി. ഞാൻ വെറുതെ പറയല്ല, ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണിത്. ഏത് ഉറക്കത്തിനും എനിക്ക് ഒരേ ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സാധനമാണിത്. ഇവിടെ വീട്ടിൽ അങ്ങനെ ഇങ്ങനെയൊന്നും എനിക്ക് അമ്മയുടെ അംഗീകാരം കിട്ടാറില്ല. ഞാൻ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയിട്ട് വളരെ കുറച്ച് സാധനമൊക്കെ അത് കിട്ടാറുള്ളൂ. അതിലൊരെണ്ണമാണ് ഈ ദാൽ കറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദിസ് ഇസ് ഗുഡ് വിത്ത് ചപ്പാത്തി, ദിസ് ഇസ് ഗുഡ് വിത്ത് ഗീ റൈസ്, ദിസ് ഇസ് ഗുഡ് വിത്ത്, ഞാനിപ്പോൾ ഇത് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് 10:15. പിന്നെ ഫുഡ് കഴിച്ചിട്ട് കുടിച്ച് റെഡിയായിട്ട് നമുക്ക് ഇറങ്ങാം. ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ചു. ഐ ജസ്റ്റ് ഷോ യു മൈ ഡ്രസ്. സോ ക്രിസ്മസ് വൈബിൽ ഞാനിവിടെ എൻ്റെ ഡ്രസ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമല്ലേ? ഇതൊരു എന്താ പറയുക, ആ സ്റ്റാച്ചുവിനിട്ടിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ അപ്പം തന്നെ പോയി എടുത്ത ഒരു സാധനമാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ വിഷൻ ബോർഡ് ഉണ്ട് നിങ്ങൾ കാണുന്നത്. ഞാനിത് കഴിഞ്ഞ കൊല്ലം ചെയ്ത എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ നടന്നോ എന്ന് ചോദിച്ചാൽ നടക്കാനുള്ള പാതകൾ വെട്ടി തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട്. സോ അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇട്ട് നമുക്ക് കുട്ടപ്പിയായിട്ട് ഇറങ്ങാം. പിന്നെ ഗിഫ്റ്റ് ഉണ്ട് ക്രിസ്മസ് ഫ്രണ്ടിന്. അതൊക്കെ ഞാൻ പൊതിഞ്ഞ് വെച്ചിരിക്കും. ഇതിലൊക്കെ എന്താ ഉള്ളത് എന്നൊക്കെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ആർക്കൊക്കെ ആരെയൊക്കെ ഗിഫ്റ്റ് ഫ്രണ്ടിന് കിട്ടിയിരിക്കുന്നതെന്ന് ഒരു ഊഹവും ഇല്ല. നമ്മൾ കുറേ മാക്സ് ഫോളോയിങ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നോക്കാം. സോ ഞാനും റെഡിയായി. ദിസ് ഇസ് മൈ അറ്റയർ. ആൻഡ് ഞാനിത് ലുലു മോളിൽ ഇന്നലെ വെറുതെ ഒരാൾക്ക് കൊണ്ടുപോയപ്പം വാങ്ങിച്ചതാണ് ഈ റിങ്ങും ഇതുമൊക്കെ. ഇതെല്ലാം വിട്ട് ഞാനും ഓക്കെ അല്ലേ? Okay, അപ്പോൾ let's start the Christmas celebration.
പൊട്ടിച്ചോ. ഏയ് ഹാപ്പി ക്രിസ്മസ്. ഗിഫ്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തുറന്നു നോക്കാതെ എങ്ങനെയാണ് അല്ലേ. അപ്പം നമുക്ക് എല്ലാവർക്കും കിട്ടിയ ഗിഫ്റ്റ്സൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഗിഫ്റ്റൊക്കെ അപ്പോൾ തന്നെ തുറന്നു നോക്കുകയാണ്. ആക്ച്വലി എനിക്ക് ശീതളിനെ കിട്ടിയതെങ്കിലും ശീതൾ ഗിഫ്റ്റ് ആദ്യമേ തന്നെ ഹുവവ ബി ദ ക്രിസ്മസ് ഫ്രണ്ട്, നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് ഇടാമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ആൾ ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. പക്ഷേ ആ കറക്റ്റ് സമയത്തിന് ആ സാധനം എത്തിയില്ല, ഓൺലൈനായിട്ടാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ എൻ്റെ ആക്ച്വൽ ഗിഫ്റ്റ് ഇതല്ല, ആൾ ഇന്ന് എനിക്ക് എന്തെങ്കിലും തരണ്ടേന്ന് ഓർത്ത് തട്ടിക്കൂട്ടി വാങ്ങിച്ചതാണ്. ഇച്ചാക്കു കുട്ടാപ്പി അവിടെ കിടന്ന് നമ്മുടെ തുന്തിലമാടുകയാണ്. ഇച്ചാക്കു സെസ്മിയുടെയും എൽദോൻ്റെയും കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ദാറ്റ് വാസ് എ ഗ്രാൻഡ് ക്രിസ്മസ് സെലിബ്രേഷൻ ഫോർ അസ്. അപ്പോൾ തൊട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാണ്ട് ചുമ്മാ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കാം, കുറച്ച് ഫുഡ് കഴിക്കാം, അങ്ങനെ മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ചെറിയ ചെറിയ മൊമെൻറ്റ്സ് അത് ആക്ച്വലി ഭയങ്കര അടിപൊളിയാക്കി. അപ്പോൾ അവിടെ ആ നിൽക്കുന്ന ഉടുപ്പിട്ട കുട്ടിയുണ്ടല്ലോ, അതാണ് എൻ്റെ ബിസിനസ് പാർട്ട്ണർ പ്രണവിൻ്റെ വൈഫ്. ആൾക്ക് ഗിഫ്റ്റൊന്നും നമ്മളന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ ഇതിൽ നിന്ന് ഒരു ബ്രേസ്ലെറ്റ് ഞാൻ ആൾക്ക് കരുതി. പിന്നെ പ്രണവിന് കിട്ടിയതൊരു ബുദ്ധനെയാണ്. പുള്ളിക്ക് എല്ലാവരും ബുദ്ധനെ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് എന്നാണ് പുള്ളി പറഞ്ഞത്. നമ്മൾ അപ്പം തന്നെ ഓഫീസിൽ വെക്കുകയും ചെയ്തു. സിസ്മിക്ക് ഒരു അടിപൊളി ബാഗാണ് കിട്ടിയത് കേട്ടോ. ശരിക്കും അടിപൊളിയായിരുന്നു. പ്രണവിൻ്റെ നല്ലൊരു സെലക്ഷനായിരുന്നു ആ ബാഗ്. ഇതാ കയ്യോടെ ബുദ്ധനെ അവിടെ വെച്ചിരിക്കുകയാണ് പ്രണവ് കേട്ടോ. പിന്നെ ശീതളിനും ഞാൻ എൽദോയ്ക്ക് കൊടുത്തത്. എനിക്ക് സിസ്മിയുടെ ഹസ്ബൻഡിനെയാണ് കിട്ടിയത്. ഞാനും സിസ്മിയും കൂടെ പോയിട്ടാണ് ആക്ച്വലി ആ ഗിഫ്റ്റ് സെലക്ട് ചെയ്തത് ലുലു കണക്റ്റിൽ നിന്നും. ഇത് ശീതളിന് കിട്ടിയ ഗിഫ്റ്റാണ് സിസ്മി കൊടുത്തത്. അപ്പോൾ എൽദോയ്ക്ക് ഞങ്ങൾ ഒരു മഗ്ഗും പിന്നെ ഒരു ടേബിളിൽ വെക്കുന്ന ഒരു സാധനം, അത് സിസ്മി തന്നെ സെലക്ട് ചെയ്തത്. സിസ്മിക്ക് അറിയില്ലായിരുന്നു എനിക്ക് എൽദോനെ കിട്ടിയെന്നുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങനെ കുറച്ച് സർപ്രൈസസ്, കുറച്ച് ഫൺ എലമെൻറ്റ്സ്, കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ ഫുഡ് അടി, അതാണ് പരിപാടി. ഇതായിരുന്നു നമ്മുടെ വിഭവസമൃദ്ധമായ ക്രിസ്മസ് ലഞ്ച്. സിസ്മിയുടെ ചിക്കൻ റോസ്റ്റ്, ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച നമ്മുടെ നെയ്ച്ചോറ്, പിന്നെ ബീഫ് റോസ്റ്റ്, പ്രണവ് ഉണ്ടാക്കി കൊണ്ടുവന്ന ബീഫ് ഫ്രൈ, പിന്നെ എൻ്റെ പരിപ്പ് കറി, അങ്ങനെ എല്ലാം ചേർത്ത് അടിപൊളിയായിരുന്നു. റൈത്ത ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, എല്ലാം കൊണ്ടുവന്നു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ടൊരുറക്കം. അതാണ് നമ്മുടെ ഇന്നത്തെ അടുത്ത കലാപരിപാടി. ആക്ച്വലി ഈ ഉറക്കത്തിൻ്റെ പിന്നിലെ രഹസ്യം സിസ്മയുടെ വൈനാണെന്നാണ് പറയുന്നത്. നല്ല കിടുക്കാച്ചി വൈനായിരുന്നു. സിസ്മയുടെ കൊച്ചവിടെ കിടന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അലമ്പാക്കുന്ന പരിപാടിയാണ് ഈ കാണുന്നത്. സോ നമ്മളിങ്ങനെ എവിടെയെങ്കിലും പോയാലോ നിങ്ങളെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു, എല്ലാവർക്കും കൂടെ എവിടെയെങ്കിലും പോവാം. പക്ഷേ ശീതൾ ഈസ് ആക്ച്വലി വർക്കിംഗ് എൽസ്വെയർ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ സിസ്മിക്കാണെങ്കിലും കൊച്ചിനെ തിരിച്ചുകൊണ്ട് ഏൽപ്പിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സിസ്മി വന്നില്ല. പിന്നെ ഒടുവിൽ ഞാനും പ്രണവിൻ്റെ വൈഫ് പാറു നാട്ടോ അവളെ വിളിക്കുക, ജയലക്ഷ്മി, ഞങ്ങൾ 3 പേരും കൂടി അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ചുമ്മാ കണ്ടെയ്നർ റോഡ് വഴി ഒരു റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്തായാലും ആ പോക്ക് വെറുതെ ആയില്ല. വി ഗോട്ട് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആൻഡ് വി ഗോട്ട് സം അമേസിങ് പിക്ചേഴ്സ് വിച്ച് ഐ വിൽ ആഡ് ഹിയർ. അടിപൊളിയായിരുന്നു, ഭയങ്കര രസമായിരുന്നു കേട്ടോ. അത് മിസ് ചെയ്തേനായിപ്പോയി. ആക്ച്വലി എനിക്ക് ഫോണിൽ അത്ര കിടിലനായിട്ട് കിട്ടുന്നില്ല, പക്ഷെ നമുക്ക് നല്ലൊരു വ്യൂ ആണ് കിട്ടിയത്. ഇത് നമ്മുടെ കണ്ടെയ്നർ റോഡിൽ നിന്ന് ആ പിഴല ബ്രിഡ്ജ് ആണ് കേട്ടോ, ആ കയറുന്ന ബ്രിഡ്ജാണിത്. ഭയങ്കര അടിപൊളി വ്യൂ ആയിരുന്നു, ഭയങ്കര സമാധാനമൊക്കെ ആയിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ എൻ്റെ ഇപ്പോൾ സൗണ്ട് ഇത്തിരി മാറിയിരിക്കുന്നില്ലേ, അത് അന്ന് തുടങ്ങിയതാണ്. ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയർ ആകുമ്പോഴാണ് ഞാൻ ഈ വ്ളോഗ് ഇടുന്നത് എന്നുള്ളതിൻ്റെ റീസണും അതാ. എനിക്ക് അന്ന് തൊട്ട് ചെറിയ പനിയും ജലദോഷവും തൊണ്ടകാറിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ആയിപ്പോയി. ഈവനിങ് ഒരു ചെറിയ പാർട്ടിയും കൂടെ വെച്ചിട്ട് ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ അവിടെ തീർന്നു.